ഒരിക്കലും നമ്മുടെ നമസ്കാരവും നോമ്പും ഇബാദത്തും തഖ്വയും അല്ലാഹു സ്വീകരിക്കൂല. എന്താണ് തബ്ലീഗിൻ്റെ ഫളായിൽ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. എന്താണ് പറയുന്നത്? സലാമിന് ശേഷം നബി തങ്ങളുടെ വസീല കൊണ്ട് ദുആ ചെയ്യുകയും ശഫാഅത്തിനെ തേടുകയും ചെയ്യണം. അതിൻ്റെ വചനം ഇപ്രകാരമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകൻ്റെ ഖബറിൻ്റെ അടുക്കൽ ചെന്നാൽ ഒരു വിശ്വാസി പറയേണ്ട വാചകം എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അസ്അലുക ശഫാഅ, ഞാൻ നിങ്ങളോട് ശഫാഅത്തിന് ചോദിക്കുന്നു നബിയേ. പ്രവാചകരെ, ഞാൻ നിങ്ങളോട് ശഫാഅത്തിന് ചോദിക്കുന്നു. അസ്അലുക, അല്ലാഹുവിനോടല്ല ചോദ്യം, റസൂലുള്ളാഹിനോടാണ്. മരിച്ചുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് ഒരു വിശ്വാസി പറയേണ്ട പ്രാർത്ഥന തബ്ലീഗിൻ്റെ ഫളായിൽ കിതാബിൽ പഠിപ്പിക്കുന്നു. അസ്അലുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് വിളിച്ച് അസ്അലുക ശഫാഅത, നബിയെ താങ്കളോട് ഞാൻ ശഫാഅത്തിനെ ചോദിക്കുന്നു എന്ന് പറയണം. പൊന്നു മുഅ്മിനീങ്ങളെ, ചിന്തിച്ചോ, മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ആ പ്രവാചകനെ നേരിട്ട് വിളിച്ച് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ താങ്കളോട് ശഫാഅത്തിനെ ചോദിക്കുന്നു എന്ന് പറയണം. ഇതൊരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു വിശ്വാസിയായ മനുഷ്യനിതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആ പ്രവാചകന്റെ ഖബറിൽ ചെന്നുകൊണ്ട് യാ റസൂലല്ലാഹ് അസ്അലുക ശഫാഅ എന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ സമസ്തക്കാർ പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് സമാനമായി യാ റസൂലല്ലാഹ് അസ്അലുക ശഫാഅ, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ നിങ്ങളുടെ ശഫാഅത്തിനെ ചോദിക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഹുക്ം എന്താണ്? പച്ചയായി ശിർക്കാണത്. ഇത് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞു. ആ മരിച്ച പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ശഫാഅത്തിനെ ചോദിക്കുന്ന ഹുക്ം എന്താണ്? മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തലബു ശഫാഅത്തി മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻ ഗൈരിഹി മിനൽ അംവാതി, മരണപ്പെട്ടു പോയ പ്രവാചകനാകട്ടെ പ്രവാചകനല്ലാത്ത മറ്റാരെങ്കിലുമാകട്ടെ അവരിൽ നിന്ന് ശഫാഅത്തിനെ ചോദിക്കുക, അസ്അലുക ശഫാഅ എന്ന് പറയൽ ലാ യജൂസ്, അത് അനുവദനീയമല്ല. വഹുവ ശിർക്കുൻ അക്ബർ, അത് വലിയ കൊടിയ ശിർക്കാണ്. എന്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെതിരെ സലഫികളായ ആളുകൾ വിമർശിക്കുന്നത്? ഒന്നാമത്തെ ഉത്തരമാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് കൊണ്ട് ശഫാഅത്തിനോട് പ്രാർത്ഥിക്കുന്ന, ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന വരികൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ടെന്ന് മാത്രമല്ല, ആ വരികൾ എഴുതിയതിൻ്റെ തൊട്ട് മുമ്പെന്താണ് മൗലാനമാർ എഴുതിയത്? ഇതിലുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ്റെ ഖബറിൽ പോയി പ്രാക്ടിക്കൽ ചെയ്യണമെന്ന. റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നത് ശിർക്കുൻ അക്ബറാണ്. കാരണം എന്താണ്? ലിഅന്നഹു ലാ യംലികു ശൈഅൻ ബഅദമാ മാത അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മരണത്തിന് ശേഷം ഒന്നിനെ ഉടമപ്പെടുത്തിയിട്ടില്ല. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, അല്ലാഹുവിനാണ് മുഴുവൻ ശഫാഅത്തുമുള്ളത്. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറുഹു മിനൽ അംവാതി ലാ യുംകിനുന തസറുഫ് ബഅദൽ മൗതി ഫീ ശഫാഅ, റസൂലുള്ളാഹിയും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകട്ടെ ആർക്കും തന്നെ മരണത്തിന് ശേഷമുള്ള ആ കാര്യത്തിൽ ഇടപെടാൻ കഴിയുകയില്ല. അതുകൊണ്ടത് ശിർക്കുൻ അക്ബറാണ്. മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, ഈ വിശ്വാസവുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തിയാൽ നമ്മുടെ നമസ്കാരം കൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ നോമ്പ് കൊണ്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, തീർന്നില്ല. ഇത് അവിടെ മാത്രമല്ല, എൻ്റെ കയ്യിലുള്ളത് ഫളായിലു റമദാൻ എന്ന് പറയുന്ന, പിന്നെ ഇത് ഇവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായിരുന്ന മൂസ മൗലാന, ആ മൂസ മൗലാനയുടെ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രവാചകൻ്റെ സ്വലാത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയ കിതാബാണ്. സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ അനുബന്ധമായിക്കൊണ്ട് യാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നൊരു ഗദ്യമുണ്ട്, പാട്ടുണ്ട്.
ആ പാട്ടിൽ എന്താണെന്ന് അറിയോ? നബിയുടെ വിരഹ ദുഃഖത്താൽ ഞങ്ങൾ മൊത്തം കഷ്ടത്തിൽ, കരുണക്കടലാ നബിയുള്ള കരുണ ചെയ്യുക ഞങ്ങൾക്ക്. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഗ്ഫിറത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നബിയുടെ വിരഹ ദുഃഖത്താൽ ഞങ്ങൾ മൊത്തം കഷ്ടത്തിൽ, കരുണക്കടലാ നബിയുള്ള കരുണ ചെയ്യുക ഞങ്ങൾക്ക്. തീർന്നില്ല, വീണ്ടുമുണ്ട്. ഞങ്ങൾ പിരിഞ്ഞ കാരണമായി ഞങ്ങൾ അനാഥകളായല്ലോ, ലോകാനുഗ്രഹിയായവരെ ഞങ്ങളെ മറക്കുകയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആരാ പ്രാർത്ഥിക്കുന്നത്? കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ അമീറായിരുന്ന മൂസ മൗലാന. വിനിയോ, ആനന്ദനിദ്രയിലായവരെ ഉണരുക വേഗം നബിയുള്ള, ആശ്രിതരായവർ ഞങ്ങൾക്ക് ഹൃദയ വെളിച്ചം പകരണേ, ഹൃദയത്തിന് വെളിച്ചം തരണം നബിയേ. റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, ഹൃദയത്തിന് വെളിച്ചം തരണം. വീണ്ടും ഇതാ, ഞങ്ങളുടെ ആനന്ദ പകലാലെ ഞങ്ങളുടെ ദുഃഖരാത്രികളെ വേഗത്തിലകറ്റി തന്നിട്ട് കരുണ ചൊരിയണ നബിയുള്ള റസൂലേ, നിങ്ങൾ ഞങ്ങളോട് കരുണ ചെയ്യണം. വീണ്ടും പറയുന്നു, ലോകത്തെ ശോഭനമാക്കുന്ന തങ്ങളുടെ സുന്ദര പൂർണ്ണതയാൽ ഞങ്ങളുടെ ജീവിതം ഫലവത്തായി തീരാൻ ഉദകണേ നബിയുള്ള. റസൂലുള്ളാഹിനോട് ഉദവി ചോദിക്കുന്നു. ഇനിയും ഒരുപാടുണ്ട്. അപ്പം സഹോദരന്മാരെ, ഇത് വളരെ കൃത്യമായ ശിർക്കുൻ അക്ബറാണ്. ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാവുന്ന കാരണമാകുന്ന, അല്ലെങ്കിൽ വലിയ തിന്മയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്ന തിന്മയാണിത്. ഈ തിന്മ അവരുടെ ഗ്രന്ഥങ്ങളുണ്ടെന്ന് മാത്രമല്ല, അത് പഠിപ്പിക്കുകയും അത് ചെയ്യാൻ വേണ്ടി പ്രേരണ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ചെറിയ തെറ്റാണോ? വലിയ അബദ്ധമല്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്താ? നമുക്കറിയാം, ഇസ്ലാം പഠിപ്പിച്ചൊരു തവസ്സുലുണ്ട്. അത് മരിച്ചുപോയ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുള്ള തവസ്സുലല്ല. നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ അമലുകളെ കൊണ്ട് തവസ്സുലാക്കാം. ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും സ്വാലിഹായ മനുഷ്യന്മാരുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് തവസ്സുൽ ചെയ്യാം. ഇതൊക്കെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ സമസ്തക്കാർ ചെയ്യുന്നൊരു തവസ്സുലുണ്ട്. ആ തവസ്സുൽ എന്താ? സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തഹ റസൂലില്ലാ, അലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ, തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. എല്ലാ മുജാഹിദീങ്ങളെ കൊണ്ടും ബദരീങ്ങളെ കൊണ്ടും തവസ്സുലാക്കുന്ന രീതി, ഇതൊരിക്കലും ഇസ്ലാമിന് പരിചയമില്ലാത്ത രീതിയാണ്. ഇത് സമസ്തക്കാരുടെ തെറ്റായ തവസ്സുലാണ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നഖമ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ബദരീങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കുന്ന രീതി, അഥവാ മരിച്ചുപോയ മഹാത്മാക്കളെ കൊണ്ട് തവസ്സുലാക്കുന്ന രീതി, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് സമസ്തക്കാരോട് കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതേ തവസ്സുൽ ഈ ഒരു പക്ഷേ സമസ്തക്കാരെക്കാളുമൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള തവസ്സുൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വ്യാപകമായി കൊണ്ട് കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, അങ്ങനെ തവസ്സുൽ ചെയ്യണമെന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഇതാ സിയാർത്ത് ചെയ്യുന്നവരുടെ 40 സംഭവങ്ങൾ. ഇനി സിയാർത്ത് ചെയ്തിരുന്ന മഹത്തുക്കളുടെ ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. അവരുടെ അവസ്ഥകളും മാതൃകാപരവും പിൻപറ്റാൻ യോഗ്യമായതുമാണ്. ഇത് ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം പറയണം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ മാതൃകാപരമാണ്, അതൊക്കെ പിൻപറ്റേണ്ടതാണ്. എന്നിട്ട് ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ട് തവസ്സുലാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. 1-2 ഞാൻ വായിക്കും, ഒരുപാട് വായിക്കാനുണ്ട്. ഇതിൽ 1-2 വിഷയം പറയാൻ വേണ്ടി മാത്രം. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളെ കൊണ്ട് വസീല കൊണ്ട് അവർക്ക് വേണ്ടി സുഖം കിട്ടാൻ ദുആ ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്രകാരം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കിയപ്പോൾ ആ തവസ്സുലിൻ്റെ ഫലം എനിക്ക് ലഭിച്ചു. ഇനി സിയാറത്തിൻ്റെ 60 മര്യാദകൾ പേജ് 323 കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പിന്നെ പറയേണ്ട സലാമിത: അസ്സലാമു അലൈക്കുമായ വജീഇ റസൂലില്ലാ വ റഫീഖിഹി വ വസീറിഹി ജസാകുമുല്ലാഹ് അഹ്സന ജസാ ജിഇനാകുമാ നതവസ്സലു ബികുമാ ഇലാ റസൂലില്ലാ. അബൂബക്കറിനെ കൊണ്ടും അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബിനെ കൊണ്ടും തവസ്സുലാക്കാൻ ഖബറിൻ്റെ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു സലാം പറയുമ്പം അബൂബക്കർ റളിയല്ലാഹുവിനെ കൊണ്ടും ഉമർ റളിയല്ലാഹുവിനെ കൊണ്ടും തവസ്സുലാക്കണം.
കമാ നതവസ്സലു ബികുമാ ഇലാ റസൂലില്ലാ ലിയശ്ഫഅ ലനാ വയദ്ഊന ലാ റബ്ബനാ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ കൊണ്ടും അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ കൊണ്ടും തവസ്സുലാക്കുന്നു. തീർന്നില്ല, വീണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീല കൊണ്ട് അള്ളാഹുവിനോട് മാപ്പിനെ തേടുകയും ചെയ്തുകൊണ്ട് ഹാജരാകണം. റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിനെ കൊണ്ട് വസീലയാക്കുകയും, നേരത്തെ റസൂലുള്ളാഹിനെ കൊണ്ട് നേരിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിനെ കൊണ്ട് വസീലയാക്കുകയും അള്ളാഹുവിനോട് മാപ്പിനെ തേടുകയും ചെയ്യണം. ഇനി വീണ്ടും പറയുന്നു, റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ എന്താ ഒരു വിശ്വാസികൾ മനസ്സിലുണ്ടാകേണ്ടത്? ഇതാ തഗ്ലീദ് ജമാഅത്തിൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കാൻ, ഇപ്പോൾ പ്രകാശപൂരിതമായ മുഖം എൻ്റെ നേരെയാണ്, ഞാൻ ഹാജരായിരിക്കുന്നുവെന്ന വിവരം നബി തങ്ങൾ അറിയുന്നുണ്ട്. ഈ വിശ്വാസത്തോടുകൂടി നിൽക്കണമെന്ന ശരിക്കും ശ്രദ്ധിച്ചു മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അറിയുന്നുണ്ട്. ഇതാ മങ്കടയിൽ നിന്ന് ഒരു മുഹമ്മദ് കാക്ക റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്ക് എത്തി എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട് എന്ന ആ അറിവോടുകൂടിയാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക് നിൽക്കേണ്ടത്. ഇനിയോ റസൂലുള്ളാഹിനെ വസീലയാക്കിക്കൊണ്ട് തവസ്സുൽ ചെയ്യണം. അങ്ങനെ തവസ്സുൽ ചെയ്താൽ ഏതൊരു മനുഷ്യൻ തങ്ങളുടെ വസീല കൊണ്ട് ദുആ ചെയ്തുവോ അത് സ്വീകരിക്കപ്പെടുന്നതും അവൻ തേടിയത് അവന് ലഭിക്കുന്നതുമാകുന്നു. ഇതൊക്കെയാണ് പള്ളിയിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ സഹോദരന്മാർ. ഇതിലൊക്കെയാണ് ഈമാൻ കൊള്ളുന്നത്. നിങ്ങൾ ആലോചിക്കുന്നത് അബദ്ധമല്ലേ? പ്രവാചകനെ കൊണ്ട് തവസ്സുലാക്കിയാൽ ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇതാര് പഠിപ്പിച്ച ദീനാണ് സഹോദരന്മാരെ? ഏതെങ്കിലും ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അഹ്ലുസുന്നയുടെ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്ക് തവസ്സുൽ പരിചയമുണ്ടോ? അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിന് പരിചയമുണ്ടോ? എവിടുന്ന് കിട്ടിയതാ അത്? ഇത് സൂഫികളിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലുള്ള ബറേൽവികളിൽ നിന്നും കിട്ടിയ തവസ്സുലാണ്. ആ തവസ്സുൽ ചെയ്യുന്നു എന്ന് മാത്രമല്ല, മൂസ മൗലാനയെ പറ്റി എഴുതിയ കിതാബിൽ കാണാം, അദ്ദേഹം സ്ഥിരമായിക്കൊണ്ട് അങ്ങനെ തവസ്സുൽ ചെയ്ത ആളായിരുന്നു സ്ഥിരമായിക്കൊണ്ട് തവസ്സുൽ ചെയ്ത ആളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം, തെറ്റായ തവസ്സുൽ, ഇസ്ലാം പഠിപ്പിക്കാത്ത തവസ്സുൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? നമുക്കറിയാം, ഒരു വിശ്വാസിയെക്കുറിച്ച് കളവ് പറയാൻ പാടില്ല. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്തായാലും കളവ് പറയാൻ പാടില്ല. പ്രവാചകനെക്കുറിച്ച് കളവ് പറഞ്ഞാൽ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ, നരകത്തിൽ സീറ്റ് ഉറപ്പാണ്, നരകത്തിൽ സീറ്റ് റിസർവ്ഡ് ആണ്, യാതൊരു സംശയവുമില്ല. ലാ തക്ദിബു അലയ്യ, നിങ്ങൾ എൻ്റെ പേരിൽ കളവ് പറയാൻ പാടില്ല. കാരണം മറ്റുള്ളവരുടെ പേരിൽ കളവ് പറയുന്ന പോലെയല്ല എൻ്റെ പേരിൽ കളവ് പറയുന്നത് എന്ന് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര ശക്തമായ താക്കീതാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീൽ മുഖദ്ദിമ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, എത്ര ഹദീസുകളാണ് ഇമാം മുസ്ലിം ആ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു മടിയില്ല. കാരണം റിഫായി മൗലിദിലും അതുപോലെ തന്നെ മറ്റു മൗലിദിലൊക്കെ കാണുന്ന ഒരുപാട് കള്ളക്കഥകളുണ്ട്. ആ കള്ളക്കഥകളിൽപ്പെട്ട ഒരു കള്ളക്കഥയാണ് എന്തറിയോ? എന്താണ്? റിഫായിം ഷേഖ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹജ്ജ് ചെയ്ത് മദീനയിലെ സിയാറത്തിൽ വരികയാണ്. ആ മദീനയുടെ സിയാറത്തിൽ വന്നപ്പോൾ അവിടെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നുകൊണ്ടൊരു പദ്യം ചൊല്ലി. എന്താ? ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹിയ ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. എന്താണ് റിഫായി ഷേഖ് പാടിയത്? അതായത് ദൂരെയാകുന്ന അവസ്ഥയിൽ എൻ്റെ റൂഹിനെ നബി ഞങ്ങൾക്ക് അയക്കലുണ്ട്. അപ്പോൾ ആ റൂഹ് ഈ മണ്ണ് ചുംബിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. ഇപ്പോൾ ഇതാ ഞാൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് റസൂലേ, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ നീട്ടിയാലും ആ കരങ്ങളിൽ ഞാനൊന്ന് ചുംബിക്കട്ടെയോ? ഇത് മഹാനായ അഹമ്മദ് റിഫായി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളതാ ആ പരിശുദ്ധമാക്കപ്പെട്ട ഖബറിൽ നിന്ന് ഉയർന്നു വരുന്നു. അങ്ങനെ റിഫായി ഷെയ്ഖ് റസൂലുള്ളാഹിൻ്റെ ആ കയ്യിനെ ചുംബിക്കുന്നു എന്ന കള്ളക്കഥ സാധാരണയായിക്കൊണ്ട് സമസ്തക്കാർ വ്യാപകമായിക്കൊണ്ട് പറയാറുണ്ട്. എന്നാൽ ഞാൻ ഇതേ കഥ തബ്ലീഗ് ജമാഅത്തിൻ്റെ കിതാബ് ഒന്ന് വായിക്കാൻ പോവാണ്. ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ചയായ കളവാണി പറഞ്ഞിരിക്കുന്നത്.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മരണത്തിന് ശേഷം റസൂലുള്ളാഹിൻ്റെ വിരലോ റസൂലുള്ളാഹിൻ്റെ കയ്യോ റസൂലുള്ളാഹിൻ്റെ തലയോ റസൂലുള്ളാഹിൻ്റെ ശരീരമോ പുറത്തേക്ക് വന്നിട്ടില്ല, വരികയുമില്ല. അതാണ് അഹ്ലുസുന്നയുടെ അഖീദ. അങ്ങനെ വരികയാണെങ്കിൽ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളും സങ്കീർണമായ കാര്യങ്ങളും റസൂലുള്ളാഹിൻ്റെ ആ മദീനയിലുണ്ടായിട്ടുണ്ട്. ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. പിന്നെ റിഫായി ശേഖർ വന്ന് കൈയ്യട് പുറത്തേക്ക് കൈയ്യട് ഇടാൻ പറയുമ്പോഴേക്കും ഇടോ കേട്ടോ. തബ്ലീഗ് ജമാഅത്തുകാരുടെ സിയാറത്തിൻ്റെ 60 മര്യാദകൾ 13. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന തബ്ലീഗിൻ്റെ ആളുകളുണ്ടെങ്കിൽ മറച്ചു നോക്കിക്കോ, പള്ളിയിൽ കിതാബ് ഉണ്ടാവില്ലേ? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാണ്. റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് പറഞ്ഞ് വിശ്വസിച്ചിട്ട് നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നോമ്പോറ്റിട്ട് കാര്യമുണ്ടോ? എന്താ റസൂലുള്ളാഹിൻ്റെ പേരിൽ എഴുതി വെച്ചത്? ഇതേപോലെ അദ്ദേഹത്തെക്കുറിച്ചൊരു സംഭവം പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഫി ഹാലത്തിൽ ബുഅദ് റൂഹി കുന്തി ഉർസിലുഹാ എന്ന് പറഞ്ഞിട്ട് അതേ കഥ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ എന്താ ഇതിലൂടെ തബ്ലീഗ് ജമാഅത്ത് പഠിപ്പിക്കുന്നത്? മരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു വരും. ആ റസൂലുള്ളാഹിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ വിശ്വാസം അഹ്ലുസുന്നക്കുണ്ടോ? മരിച്ചുപോയ പ്രവാചകൻ ഖബറിൽ നിന്ന് ജീവിച്ചു വരുമെന്നും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉപകാരങ്ങളും ചെയ്യും. അതിനുശേഷം വീണ്ടും എഴുതുന്നു വലോ അന്നഹും മിൻ ളലമു അൻഫുസഹും എന്ന് പറയുന്ന ആ കള്ളക്കഥ ഉത്തുബിക്കഥ വീണ്ടും അവിടെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് മാത്രമല്ല അങ്ങനെ അത് 19ാമത്തെ വാചകമായിക്കൊണ്ട് ഇത് 19ാമത്തെ പിന്നെ സിയാറത്തിൻ്റെ 60 കാര്യങ്ങൾ മര്യാദകൾ 19ാമത്തിൽ വിശദീകരിക്കുന്നത് കാണാം. അങ്ങനെ അല്പം തൂങ്ങിയുറക്കത്തിൻ്റെ അവസ്ഥയിൽ തൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു. അഥവാ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ സലാം പറഞ്ഞു, എന്നിട്ട് മടങ്ങിപ്പോയി. അപ്പം തൻ്റെ റൂമിൽ അദ്ദേഹം ഇരിക്കാൻ. അപ്പോൾ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിക്കുകയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സാബിത്തെ, നിങ്ങൾ നമ്മെ കാണുന്നതിന് വരാതിരിക്കുന്നുകൊണ്ട് നാം നിങ്ങളെ സന്ദർശിക്കുന്നതിനായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യം റസൂലുള്ളാഹിൽ കളവ് പറയുക. ഒരിക്കലും ഒരാൾ വന്നിട്ട് നബിൻ്റെ അടുത്ത് സലാം പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ അയാൾ ഉറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ചെന്നിട്ട് പറയും, നബി സാബിത്തെ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നതാണ്. ഇതൊന്നും സമസ്തക്കാർ പുസ്തകമല്ല, ഇതൊക്കെ തബ്ലീഗ് ജമാഅത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാർ, ഇതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനിയോ അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് എന്ന് പറയുന്ന വേറൊരു കള്ളക്കഥ ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ ഉള്ളിൽ നിന്നൊരു അശരീരി കേട്ടു. എന്താ അശരീരി? ഇതാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇതൊക്കെ കള്ളക്കഥ. എന്നിട്ട് ഈ ഹദീസ് കൊടുത്തിട്ട് പറയാണ്, മുഹദ്ദിസുകളുടെ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ ഈ റിവായത്തിന് മുൻകർ എന്ന് പറയുന്നുണ്ടെങ്കിലും ചരിത്രത്തിൻ്റെ നിലയിൽ നോക്കുമ്പോൾ ശരിയായിട്ടുള്ളതാകുന്നു. ഇത് നുണയാണെന്ന് ആദ്യം തന്നെ അറിയാം. ഇത് മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ മുൻകറത്തായ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഹദീസാണ് എന്നറിയാം. എന്നാലും ചരിത്രത്തിൽ അതൊക്കെ ശരിയുണ്ടാവും. എങ്ങനെ ചരിത്രത്തിൽ ശരിയുണ്ടാകുക? റസൂലുള്ളാഹിൻ്റെ പേരിൽ ചരിത്രത്തിൽ കള പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല സഹോദരന്മാരെ. ഇനി മാത്രമല്ല, ഇവരുടെ വിശ്വാസം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളി. തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകൾ ശിർക്കില്ല, ബിദ്അത്തില്ല, ഖുറാഫാത്തില്ല എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആവലാതി പറഞ്ഞാൽ ആ പ്രവാചകൻ ഖബറിൽ നിന്ന് വന്ന് നേർക്കുനേരെ വന്ന് ആ മനുഷ്യൻ്റെ പ്രയാസത്തിന് പരിഹാരം കൊടുക്കുമെന്നാണ് തബ്ലീഗ് ജമാഅത്തുകാർ എഴുതി വച്ചിട്ടുള്ളത്. കേട്ടോളൂ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ സിയാറത്ത് ചെയ്ത 40 സംഭവങ്ങൾ എന്ന് പറഞ്ഞ് 21 എഴുതുകയാണ്. എന്താ 21? ദീർഘമായ സംഭവം. അങ്ങനെ വാപ്പ രാത്രിയിൽ പരിശുദ്ധ ഖബറിൽ പോയിട്ട് ചിലപ്പോൾ ഖബർ ശരീഫിനടുത്തും ചിലപ്പോൾ മിമ്പറിനടുത്ത് വെച്ചും കഴിവില്ലായ്മ വെളിപ്പെടുത്തി ദുആ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പിതാവിൻ്റെ സംഭവം പറയാൻ. റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട്, നബിയേ, എനിക്ക് ദാരിദ്ര്യം പിടിപെട്ടിട്ടുണ്ട്, എൻ്റെ ബാപ്പാക്ക് പരമ ദാരിദ്ര്യനാണ്, അതുകൊണ്ട് നബിയെ സഹായിക്കണം എന്ന് റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു. രാത്രി മുഴുവനും ഇതേ നെൽ കഴിച്ചുകൂട്ടി സുബഹിയോടടുത്ത് നബി തങ്ങളുടെ ഖബർ അത് ഹറമിനോടടുത്ത് നിന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുട്ടത്തൊരു മനുഷ്യൻ, അബൂ മുഹമ്മദേ ഇത് എടുത്തുകൊള്ളുക എന്ന് പറയുന്നൊരു ശബ്ദം കേട്ടു. എൻ്റെ ബാപ്പ കൈ നീട്ടിയപ്പോൾ അദ്ദേഹം സഞ്ചി കൊടുത്തു. അതിൽ 80 തങ്കക്കാശുണ്ടായിരുന്നു. റസൂലുള്ളാഹി വന്ന് കാശ് കൊടുത്തു. ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടി കൊടുത്ത സംഭവത്തിൽ കാണാം. ഞാൻ മദീനയിലായിരിക്കുമ്പോൾ എനിക്ക് വലിയ വിശപ്പുണ്ടായി. ഞാൻ ഖബർ ഷരീഫിൻ്റെ അടുക്കൽ ചെന്ന്, തങ്ങളെ, ഞാൻ താങ്കളുടെ അതിഥിയാണ് എന്ന് പറഞ്ഞു.
പിന്നീട് എനിക്കൊരു മയക്കമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അപ്പോൾ തങ്ങൾ എനിക്കൊരു റൊട്ടി നൽകുകയും അതിൻ്റെ പകുതി ഞാൻ തിന്നുകയും ചെയ്തു. ഞാൻ ഉറക്കിൽ നിന്നും ഉണർന്നപ്പോൾ പകുതി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് വിശ്വസിക്കുന്ന സഹോദരന്മാരെ. ഇതൊക്കെ തനിച്ച ശിർക്കൻ വിശ്വാസങ്ങളാണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരും, എന്നിട്ട് ഭൂമിയിലുള്ള സഹായ സൗകര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊന്നും ഒരു അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. ഇതെല്ലാം പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ പള്ളിയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വിമർശിക്കാൻ പാടില്ല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കള്ളക്കഥകൾ ഒരു വിശ്വാസി എങ്ങനെയാണ് സഹോദരന്മാർ വിശ്വസിക്കാൻ കഴിയുക? ഇതുകൊണ്ടാണ് സലഫികൾ ഇത് വിമർശിക്കുന്ന. നാലാമത്തെ കാര്യം വേഗം പറഞ്ഞു പോകാം. എന്താണ് മുസ്ലിമീങ്ങൾക്ക് കാബയെ സംബന്ധിച്ചുള്ള വിശ്വാസം? കാബയെ നമ്മൾ അങ്ങോട്ട് പോയി തവാഫ് ചെയ്യണം, കാബയെ നമ്മൾ അങ്ങോട്ട് പോയി തവാഫ് ചെയ്യണം. പക്ഷേ സമസ്തക്കാർ പഠിപ്പിക്കണം എന്താ? മുന്നന്തൂടി മുട്ടി കാബാനെ ചുറ്റുമ്പോൾ ബക്കീകളും ഭീതി വേണ്ടെന്ന് ചെന്നോവർ ഉടനെ റിഫായി മതിലുമ്മൽ കുളത്തീവൻ അപ്പോൾ കാബം തവാഫ് എന്ന് ചെന്നോവർ ഇളകി കാബം തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലോ വിളിച്ചവർ. റിഫായി ഷേഖ് മുട്ടും മ്യൂസിക് കേട്ട് ഇങ്ങനെ കാബ തവാഫ് ചെയ്യുമ്പം ഒല്ലോ എന്താണിത് ചെയ്യുന്നത് എന്ന് ആളുകൾ റിഫായി ഷേഖിനോട് പരാതി പറഞ്ഞു. അപ്പം എന്നാൽ കിടക്കട്ടെ, ആ മുടിയും ഒക്കെ പിന്നെ ചെണ്ടൊക്കെ കാബൻ്റെ മുകളിൽ കൊണ്ട് കൊടുത്തിട്ടപ്പോൾ കാബ റിഫായി ഷേഖിന് ഇങ്ങോട്ട് തവാഫ് ചെയ്തു എന്നാ. ഇതാരെ വിശ്വാസ? ഇത് സമസ്തക്കാരൻ്റെ വിശ്വാസമാണ്. ഇതേ വിശ്വാസം തബ്ലീഗ് ജമാഅത്തിനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, ഇതേ വിശ്വാസം തബ്ലീഗ് ജമാഅത്തിനുണ്ട്. എന്താണെന്നറിയോ? ആ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം മക്കയിലെ അനുഗ്രഹീത സ്ഥലങ്ങൾ, മക്കയുടെയും കഅബയുടെയും മഹത്വങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി കൊണ്ട് പറയ ചില മഹാന്മാർ പറഞ്ഞിരിക്കുന്നു. ഏതാണ് ആ മഹാന്മാരെന്നൊന്നും അറിയില്ല. ഖുറാസാനിൽ താമസിക്കുന്ന അനേകം ആളുകൾ മക്കയുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ പേരിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളെക്കാൾ കഅബയുമായി കൊണ്ട് അടുത്തവരാണ് എന്നല്ല. ചില ആളുകളാണെങ്കിൽ കഅബ തന്നെ അവരെ സിയാറത്ത് ചെയ്യുന്നതിനായി കൊണ്ട് പോകുന്നതാണ്. എന്ത്? ചില ആളുകളെ സിയാറത്ത് ചെയ്യാൻ കഅബ അങ്ങോട്ട് പോകും. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും മുഅ്മിനീങ്ങൾ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ വിശ്വസിക്കുന്നവൻ ഈ പറയപ്പെട്ട ഇതൊക്കെ ഇതിനല്ലേ ഖുറാഫാത്ത് എന്ന് പറയാ? ഇങ്ങനൊരു വിശ്വാസം മുസ്ലിമിനുണ്ടോ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹുദൈബിയ സന്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കീങ്ങൾ തടഞ്ഞില്ലേ? ഹുദൈബിയ വെച്ച് റസൂൽ തിരിച്ചു പോയില്ലേ? ആ തിരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കഅബ അങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. റസൂലുള്ളാഹി ആ കഅബയെ തേടി അങ്ങോട്ട് ചെല്ലുകയല്ലേ ചെയ്തത്. ഇതൊക്കെ വിശ്വസിക്കുന്നവൻ എന്ത് വിശ്വാസമാണ് അഹ്ലുസുന്നയുമായി കൊണ്ട് ഈ ആളുകൾക്കുള്ളത്? നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇതൊക്കെ വിമർശിക്കണോ? ഇതൊക്കെ വിശ്വാസവുമായി കൊണ്ട് ഈ കഅബ ഇങ്ങനെ നടന്ന് മറ്റുള്ളവർക്ക് അടുക്കിലേക്ക് പിന്നെ നടന്ന് തവാഫ് ചെയ്യും എന്ന വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. അതൊക്കെ സൂഫികളുടെ ഖുറാഫാത്താണ്. ഇത് കൃത്യമായി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഞാൻ ക്ലിപ്പ് കാണിക്കുന്നില്ല, കാസിമിയൊക്കെ പറയുന്നുണ്ട് കാസിമിൻ്റെ അടുക്കിലേക്ക് കഅബ മൂത്തടത്തേക്ക് വന്നു. ഇതെങ്ങനെ ഈ തബ്ലീഗുകാർ വിമർശിക്കുക? തബ്ലീഗ് ജമാഅത്തിൻ്റെ സഹോദരന്മാർ ഈ കാസിമി എങ്ങനെ വിമർശിക്കുക? അപ്പോൾ കഅബ മൂത്തയിടത്തേക്ക് വന്നെനിക്ക് മങ്കടക്കം വരൂലേ? അപ്പോൾ കഅബ പിന്നെ ആ കഅബയെ ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുന്ന തവാഫ് ചെയ്യാൻ പോകുന്ന ആളുകൾ എന്താ ചെയ്യുക? കഅബ നോക്കുമ്പോൾ കഅബല്ല, കഅബ മുക്കത്താ, അല്ലെങ്കിൽ കഅബ മങ്കടയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാർ, ഇങ്ങനൊരു വിശ്വാസമുണ്ടോ? ലോകത്തൊരു നിമിഷം പോലും മുറിയാത്തതാണ് കഅബയുടെ തവാഫ്. ആ കഅബ പിന്നെ എടുക്കാൻ പോവുക? ഇതൊക്കെ വിശ്വസിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ വിശ്വാസമല്ല, ഇതൊക്കെ അന്ധവിശ്വാസമല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അന്ധവിശ്വാസം ലോകത്തുണ്ടോ സഹോദരന്മാരെ? ഇതൊന്നും അഹ്ലുസുന്ന വിശ്വാസമല്ല, ഇതൊക്കെ സമസ്തക്കാരൻ്റെ വിശ്വാസമാണ്. ഇതൊക്കെ സമസ്തയുടെ വിശ്വാസമാണ്. പിന്നെയോ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചെന്താ അഹ്ലുസുന്ന വിശ്വാസം? എന്താ? ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തെല്ലാ പ്രവാചകന്മാരും മരിച്ചതുപോലെ ഈസാ നബി മാത്രമേ അതിൽ നിന്ന് ഒഴിവുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും മരിച്ചു പോയിട്ടുണ്ട്. മഹാൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സഹ്റുൻ നദർ ഫി ഹാലിൽ ഖദർ എന്ന് പറയുന്ന പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ സമസ്തക്കാരൻ്റെ വിശ്വാസം എന്താ? ഒരു സലാം ചെല്ലുമ്പോൾ ഇങ്ങനെ നെക്കി വെക്കും. എന്തിനറിയാം? ഇവിടെ ഒരു എല്ല്, അത് പിന്നെ ഖിദ്ർ നബിക്ക് ഇവിടെ എല്ലുണ്ടാവില്ല എന്ന വിശ്വാസം. മൂല്യന്മാരിങ്ങനെ നെക്കി വെക്കണതാണ്. പല ക്ലിപ്പുകളുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കാണിക്കണില്ല.
ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവിടെ തെക്കൻ ജില്ലയിലെ ഒരാൾ അയാൾ ഖിദിർ നബിനെ കണ്ട കഥ. അതുപോലെ തന്നെ ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടയ്ക്കിടയ്ക്ക് പല സദസ്സിലും വരാറുണ്ട്. ഈ വിശ്വാസം, തെറ്റായ വിശ്വാസം സമസ്തക്കാരുടേതാണ്. അത് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന വിശ്വാസം സമസ്തക്കാർക്കുണ്ടെന്ന്. പക്ഷേ ഇതേ വിശ്വാസം തബ്ലീഗുകാർക്കുണ്ട്. ഇത് കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ അമീറായ മൂസ മൗലാന എന്ന് പറയുന്ന അയാൾ, നേരത്തെ വയസ്സിന് ഇവിടെ കാണിച്ചല്ലോ, അയാളെ സംബന്ധിച്ച് ദാഇയ മില്ലത്ത് മൂസ മൗലാന, അയാളുടെ ഇതിൽ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നൊരു സംഭവം വിശദീകരിക്കുന്നതിൻ്റെ 69-ാമത്തെ പേജിൽ കാണാം. ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു എന്നാ. എന്താണ്, ഒരാൾ ഒരിക്കൽ മൗലാന ഒരു കഥ പറഞ്ഞു. ധനാഠ്യനായ ഒരു സഹോദരൻ സ്വപ്നം കണ്ടു, ഖിദിർ നബി തൻ്റെ വീട്ടിൽ വരുന്നു എന്ന്. രാവിലെ സന്തോഷം കൊണ്ട് അദ്ദേഹം വീട്ടിൽ വരുന്നവർക്കെല്ലാം സംഭാവനകൾ കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പള്ളിയിൽ പോകാൻ കുളിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ തൻ്റെ ഗേറ്റ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഒരു ഭിക്ഷക്കാരൻ വന്നിട്ടുണ്ട്. മുതലാളി പറഞ്ഞു, അയാൾക്ക് നേരത്തെ വരരുതായിരുന്നു, പോകാൻ പറ എന്ന്. ജോലിക്കാരൻ ഗേറ്റിന് പുറത്തു നിന്ന ആളിനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ മുതലാളിയോട് പറയൂ ഖിദിർ വന്നിട്ട് പോയി എന്ന്. മൗലാന പറഞ്ഞു, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നിർത്തിക്കളഞ്ഞാൽ നീട്ടിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായം നിന്നുപോകും, കിട്ടിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായം നിന്നുപോകും. അതൊരു താക്കീതായിരുന്നു, എനിക്കത് പ്രയോജനമായി. അപ്പോൾ ഖിദിർ നബി വീട്ടിൽ വന്നു പോയി വെള്ളിയാഴ്ച. ഇതാരീതി അറിയുന്നത് തബ്ലീഗ് ജമാഅത്തുകാരുടെ കിതാബാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഖിദിർ നബി എല്ലാവരുടെ പെരീക്കും വരാൻ നിന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വിശ്വാസം അഹ്ലുസുന്നക്കുണ്ടോ സഹോദരന്മാരെ? ഇതൊക്കെ തെറ്റായ വിശ്വാസമാണ്. ഈ വിശ്വാസം സമസ്തക്കാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ സമസ്തക്കാരെന്താണോ പഠിപ്പിക്കുന്നത് അതേ വിശ്വാസം ഈ ആളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഇനിയോ പിന്നെ 6-ാമത്തെ കാര്യം, ഇബ്നു അറബി എന്ന് പറയുന്ന തനിച്ച, നേരത്തെ വൈസനോടെ പറഞ്ഞല്ലോ, ഇബ്നു അറബി എന്ന് പറയുന്ന തനിച്ച ഒരു കാഫറാണെന്ന് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ സംബന്ധിച്ചൊക്കെ ഇവരുടെ ഫളായിലുർ റമദാനിലൊക്കെ പറഞ്ഞെന്താ അറിയോ? ഇത് ഇബ്നു അറബിയുടെ 91-ാമത്തെ പേജിൽ കാണാം. ഇബ്നു അറബിയെ സംബന്ധിച്ചിടത്തോളം വളരെ പുകഴ്ത്തിക്കൊണ്ട് റളിയല്ലാഹു അൻഹുമെന്നും അതുപോലെ തന്നെ റഹിമഹുമുല്ലാ എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആരാ ഇബ്നു അറബി? എന്താ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ എന്താ ശൈഖുൽ മആരിഫീൻ എന്നാണ് അവർ വിശദീകരിച്ചത്. മഹാൻ ഇബ്നു ഇസ്സ് ബിൻ അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹുവ ശൈഖുൻ കദ്ദാബ്, കള്ളനാണ് അയാൾ. മാത്രവുമല്ല ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം കുന്തു സഅൽതു ശൈഖനാ സിറാജുദ്ദീൻ അൽ ബുൽഖീനി അൻ ഇബ്നു അറബി, ഇബ്നു അറബിയെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഷെയ്ഖിൻ്റെ ഉസ്താദിനോട് ഇമാം ബുൽഖീനിയോട് ചോദിച്ചു. ഫബാദറ ബിൽ ജവാബ്, പെട്ടെന്ന് മറുപടി പറഞ്ഞു, കാഫിറാണ് അയാൾ. കാരണം എങ്ങനെ കാഫിറല്ലാതിക്കുക? എല്ലാം പടച്ചോനാണ്. നേരത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാം പടച്ചോനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇബ്നു അറബി. ആ ഇബ്നു അറബിയെ സംബന്ധിച്ചിടത്തോളം തബ്ലീഗ് ജമാഅത്തിൻ്റെ ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞിട്ട് അറിയും? ഷെയ്ഖുൽ മആരിഫ് ആരിഫീൻ മുഹീദ്ദീൻ ഇബ്നു അറബി എഴുതിയിട്ടുണ്ട്. റഹിമഹുല്ലാഹ്, അള്ളാഹ് അദ്ദേഹത്തെ റഹ്മത്ത് ചെയ്യട്ടെ. ഇത് ഇവിടുത്തെ സമസ്തക്കാരൻ്റെ വിശ്വാസമാണ്. കാരണം സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്വൈതവാദം അവർ പറയുന്നുണ്ട്. ഇത് ത്രിമാന തീർത്ഥം എന്ന് പറയുന്ന മുസ്തഫൽ ഫൈസിയുടെ പുസ്തകം, ഇതിൽ ഇബ്നു അറബിയെ സംബന്ധിച്ച് വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. അതേ വിശ്വാസം തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിൻ്റെ സുഹൃത്തുക്കൾക്കുമുള്ളത്. തെറ്റല്ലേ സഹോദരന്മാരെ? അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് കാഫിറായിക്കൊണ്ട് മുർത്തത്തായി പോയ ഒരാൾ, അയാൾ റഹിമഹുല്ലാ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇനിയോ ഞാൻ വേഗത്തിൽ പറയാം. നബിദിനാഘോഷം ഇവിടെ ആർക്കുള്ളതാ? ശരിക്ക് ചിന്തിച്ചോളി. മുജാഹിദിന്ന് തബ്ലീഗ് ജമാഅത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ശരിക്ക് കേട്ടോളി. ഈ പറയത്തെ വിശ്വാസങ്ങളൊക്കെ തബ്ലീഗ് ജമാഅത്തിൻ്റെ കിതാബെന്ന് വായിച്ചത്. റബീഉൽ അവൽ മാസം വരാൻ പോവുകയാണ്. റബീഉൽ അവൽ മാസം വന്നവിടെ ആരാ നബിദിനാഘോഷിക്കാറുള്ളത്? എല്ലാവർക്കും അവരുടെ സമസ്തക്കാരാണ് അതിൻ്റെ മുമ്പിലുണ്ടാകുക. ആ നബിദിനാഘോഷം ബിദ്അത്താണെന്ന് കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഫാക്കിഹാനി പറയുന്നു, ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൽ വലാ സുന്നത്തിൻ വലാ യുൻഖലു അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ ഉമ്മ. ഖുർആനിലും തെളിവില്ല, സുന്നത്തിലും തെളിവില്ല. ഈ ഉമ്മത്തിൽ ഉലമാക്കൾ ആരും അത് പറഞ്ഞിട്ടില്ല. അവർ ദീനിൻ്റെ ഖുദ്വത്തുകളാൽ മുത്തമസ്സിഖൂന ബി ആസാരിൽ മുത്തഖദ്ദിമീൻ, മുത്തഖദ്ദിമീങ്ങളായ സലഫിൻ്റെ മാതൃക പിൻപറ്റിയ ഒരു പണ്ഡിതനും റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് കഴിക്കാൻ പറഞ്ഞിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് ഇവിടെ ആരാ ചെയ്യുന്നത്?
ആരെ ചെയ്യുന്ന സഹോദരന്മാരെ, സമസ്തക്കാരില്ലേ? എന്നാൽ കേട്ടോ, കേരളത്തിൻ്റെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായ മൂസ മൗലാന സ്ഥിരമായിക്കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ മൗലൂദ് കഴിക്കാറുണ്ട്. കേട്ടോളൂ, അഹ്ലുസുന്നത്തിൻ്റെ 62-ാമത്തെ പേജിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ആ പുണ്യപുരുഷൻ. ആര്? മൂസ മൗലാന. മൂസ മൗലാന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ പകരക്കാരനില്ലാത്ത അമീറാണ്. അയാൾ മരിച്ചുപോയി. ആ പുണ്യപുരുഷൻ ചില അഭിനവ മൗലവിമാർ മൗലിദ് റാത്തീബുകളെ വിമർശിക്കുന്നതായി അറിഞ്ഞപ്പോൾ അവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചു എന്ന് മാത്രമല്ല, വർഷാവർഷം തൻ്റെ ഭവനത്തിൽ തൻ്റെ സ്നേഹിതന്മാരിൽപ്പെട്ട പ്രഗത്ഭ ആലിമീങ്ങളെയും വിദ്യാർത്ഥികളെയും അയൽക്കാരെയും ക്ഷണിച്ചു വരുത്തി മൗലിദ് നടത്തി സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം മുജാഹിദീങ്ങൾ പറഞ്ഞു മൗലിദ് കഴിക്കാൻ പാടില്ല. അപ്പോൾ വാശിയുണ്ട് തൻ്റെ വീട്ടിൽ മൗലിദ് ആഘോഷം സംഘടിപ്പിച്ച ആളാണ് കേരളത്തിലെ ഏറ്റവും വലിയ തബ്ലീഗ് ജമാഅത്തിൻ്റെ നേതാവ്. ഇനി 230-ാമത്തെ പേജിൽ കാണാം. ഇത് മാത്രമല്ല, വേറെയും ഒരുപാടുണ്ട്. ഇതിൻ്റെ പിന്നെ റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ കൃത്യമായിക്കൊണ്ട് മൂപ്പര് മൗലിദ് ആഘോഷം പിന്നെ കൃത്യമായിക്കൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇതിൻ്റെ 230-ാമത്തെ പേജിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഒരു വീഴ്ചയും അദ്ദേഹം വരുത്തിയിരുന്നില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് നടത്തുന്നതിൽ പോലും ഒരിക്കൽ മൗലാന എന്നെ വിളിച്ചു പറഞ്ഞു, റബീഉൽ അവ്വൽ ഞാൻ സ്ഥലത്തില്ലായിരുന്നു കൊണ്ട് ഇപ്രാവശ്യം മൗലിദ് നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ശഅബാൻ മാസമായി, ജാമിഅത്തുൽ കൗസരിയ മദ്രസ അടക്കുവാനും മുത്തഅല്ലിമീങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് സമയമായിരിക്കുന്നു. അതുകൊണ്ട് അവരൊക്കെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു മൗലിദ് നടത്തണം, അതിൽ നിങ്ങൾ കൂടി പങ്കെടുക്കണം. ഖളാ വീട്ടാണ് മൗലിദ് ആഘോഷം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ തബ്ലീഗ് ജമാഅത്തിൻ്റെ കിതാബിലുള്ളതാണ്. തബ്ലീഗ് ജമാഅത്തുകാർ ഈ ബിദ്അത്തുകൾ ചെയ്യുന്നുണ്ട്. ഇത് ആരോപണമല്ല സഹോദരന്മാരെ. ഈ ബിദ്അത്ത് ചെയ്തുകൊണ്ട് പടച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസർ എന്ന് വെള്ളം കുടിക്കാൻ കഴിയോ? സുഹഖൻ സുഹഖ എന്ന് പറഞ്ഞ് റസൂൽ ആട്ടിയകറ്റൂലേ? അതിൽ ഈ പറയുന്ന മൗലിദ് ആഘോഷിക്കുന്ന ആളുകളില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലേ മൗലിദ് കഴിക്കുക ബിദ്അത്താണെന്ന്? അത് തുടങ്ങിയത് ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന, ഉബൈദിയാക്കൾ എന്ന് പറയുന്ന കടുത്ത ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ആ ആഘോഷം ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ മൗലാനമാർ വാശിയോടുകൂടി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. ഇത് സമസ്തക്കാരുടെ വിശ്വാസമല്ലേ? ഏതെങ്കിലും സലഫികളായ ആളുകൾ ഇത്തരത്തിൽ ചെയ്യാറുണ്ടോ? സഹോദരന്മാർ, ഇത് അപകടമാണ്, നമ്മൾ തിരിച്ചറിയണം. ഇനി മൗലിദ് മാത്രമല്ല, ബുർദ ചെല്ലാറുണ്ട്, ബുർദ ചെല്ലും. അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് ചെല്ലാറുണ്ട്, മങ്കൂസ് മൗലിദ് ചെല്ലാറുണ്ട്. ഇതിൽ കാണാം, ഇതിൻ്റെ 230-ാമത്തെ പേജിൽ തന്നെ കാണാം, മങ്കൂസ് മൗലിദ് ചെല്ലും. എന്താ മങ്കൂസ് മൗലിദ്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ ബഅദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ദാ മങ്കൂസ് മൗലിദ്. ഈ മങ്കൂസ് മൗലിദ് മൂസ മൗലാന ചെല്ലാറുണ്ട് എന്ന് നിങ്ങൾക്കറിയോ സഹോദരന്മാരെ? എന്തൊരു ഈ ദലാലത്താണിത്, എന്തൊരു അപകടമാണിത്. ഈ തബ്ലീഗ് ജമാഅത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട ചർച്ചയുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു തബ്ലീഗ് ജമാഅത്തിൻ്റെ മൗലവി ചർച്ച തുടങ്ങിയങ്ങനെ ഇർതകബതു അലൽ ഖതാ എന്ന് ചൊല്ലിട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ഇവിടെ കേരളത്തിൽ ആരാ ഇർതകബത്ത് ചെല്ലല്? സമസ്തക്കാരല്ലേ? അത് പച്ചയായി ശിർക്കല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കുന്ന പിന്നെ കവിതകൾ ഇത് കൃത്യമായി കൊണ്ട് കാണാം. ഈ അദ്ദേഹത്തിൻ്റെ സ്മരണകയിൽ 230-ാമത്തെ പേജിൽ കാണാം, മങ്കൂസ് മൗലിദ് ചെല്ലാറുണ്ട്. അങ്ങനെ അത് ഞാൻ സമ്മതിച്ചു. മങ്കൂസ് മൗലിദിലെ 1-2 ഹിക്കായത്തുകൾ ഓതിയതിനു ശേഷം അല്പം തിരക്കുണ്ടായിരുന്നു കൊണ്ട് പോരാൻ ധൃതിപ്പെട്ടു. അങ്ങനെ 2-3 വരെയൊക്കെ ഞാൻ ചൊല്ലി പോകുന്നു. മങ്കൂസ് മൗലിദ് ചെല്ലാറുണ്ട് തബ്ലീഗ് ജമാഅത്ത്. നമ്മൾ ആരോപണം പറയില്ല, നിങ്ങളുടെ കിതാബിൽ നിന്ന് സഹോദരൻ എടുത്തു വായിച്ചു നോക്കൂ. ഇതൊക്കെ ഈ വേദന കൊണ്ടാണ് സലഫികൾ ഈ പരിപാടി വെച്ചിട്ട്, അല്ലാതെ നിങ്ങളെ വിമർശിക്കാനോ ഇതായിരുന്നു പൈസ പിടുങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ബിസിനസ് നടത്താനോ അല്ല. അങ്ങനെയൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. അതുകൊണ്ട് എന്ത് ലാഭം കിട്ടുന്നത്? നിങ്ങളുടെ പരലോകം രക്ഷപ്പെടുത്തണമെങ്കിൽ ഇത് ഈ ഖുറാഫാത്ത് ബിദ്അത്തിന് രക്ഷപ്പെട്ടോളി സഹോദരന്മാർ. മങ്കൂസ് മൗലിദ് ചെല്ലിയിട്ട് സ്വർഗത്തിൽ കിടക്കാന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് കിടക്കുക, അള്ളാൻ്റെ സ്വർഗത്ത് കിടക്കുമോ? നമ്മൾ ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക. മങ്കൂസ് മൗലിദിൽ വീനി ഒരുപാടുണ്ട്. മാത്രമല്ല ബുർദ. എന്താ ബുർദയുള്ളത്? യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. നബി, എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നിങ്ങളല്ലാതെ എനിക്ക് ആവലാദിയും വേവലാദിയും ബോധിപ്പിക്കാനില്ല നബിയേ. ബുർദ ചൊല്ലി ആര്? മൂസ മൗലാന ബുർദ ചൊല്ലിയെന്ന് മാത്രമല്ല,
ബുർദ ചൊല്ലിയിട്ട് പിന്നെ ദ്വാരുന്നു പ്രാർത്ഥിച്ചു തൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി ബുർദ ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചു. എങ്ങനെയൊക്കെ പ്രാർത്ഥന എനിക്കറിയില്ല. രോഗം വരുമ്പോൾ തൻ്റെ പേരക്കുട്ടിക്കൊരു പ്രയാസമുണ്ടായി. ആ പ്രയാസമുണ്ടായ സന്ദർഭത്തിൽ ബുർദ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്തു ആര്? മൂസ മൗലാന. ഇങ്ങനെ ഒരുപാട് സഹോദരന്മാരെ ഇല്ലാത്തതും ബിദ്അത്തുകൾ, അതുപോലെ തന്നെ കള്ള കറാമത്തുകൾ. സാധാരണ നമുക്കറിയില്ല, സമസ്തക്കാർ ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അയാളെ പറ്റി ഇങ്ങോട്ട് വരും കറാമത്ത്. ഇപ്പം നിങ്ങളെ കൂറത്തങ്ങൾ മരിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞു, CM മടവൂരിനെ പറ്റി കറാമത്തിഞ്ഞ് തൊള്ള തുറക്കരുത് എന്ന് പറയാൻ സമസ്തക്കാർ പറയേണ്ടിയിരുന്നു. ഞാനും മിണ്ടണ്ട, കറാമത്ത് പറയണ്ട, ഓവറായിപ്പോയി. ഇതുപോലെ മൂസ മൗലാനൻ്റെ ഇഷ്ടംപോലെ കറാമത്തത്തിലുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇദ്ദേഹം 20 കിലോമീറ്റർ നിമിഷ നേരം കൊണ്ട് നടന്നു എന്നാ ഒരു കറാമത്ത്. ഇതിൻ്റെ 38-ാമത്തെ പേജിൽ കാണാം. ഇദ്ദേഹം മരിക്കാൻ നേരത്ത് പറയും, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നയുടെ വിശ്വാസം എന്താ? അൽ ഖൗഫിൻ്റെയും റജാവിൻ്റെയും ഇടക്കായിരിക്കണം. അള്ളാഹിനെ സംബന്ധിച്ച് പേടിയുണ്ടാകണം, അള്ളാഹിനെ സംബന്ധിച്ച് പ്രതീക്ഷയുണ്ടാകണം. പക്ഷെ മൂപ്പർക്കൊന്നുമില്ല, സ്വർഗത്തിലേക്ക് പോവുക നേരിട്ട് പറഞ്ഞു. ഇതിൻ്റെ 55-ാമത്തെ പേജിൽ. ഇതിൽ പിന്നെ 79-ാമത്തെ പിന്നെ പേജിൽ വേറൊരു കഥ പറയുന്നുണ്ട്. അതായത് മൂസ മൗലാന ഇങ്ങനെ ഇരിക്കുമ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മൂസ മൗലാന ഇങ്ങനെ 8 അടി ഉയരത്തിൽ വലുതായി എന്നാ. അത് വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. സമയമില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിക്കണം. 79-ാമത്തെ പേജിൽ കാണാം. ഇതാ പിന്നെ മൂസ മൗലാന ഉറങ്ങിയിരുന്നു. ഒരാൾ പോയി മൗലാനെ ഉണർത്തി. മൗലാന മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഏതാണ്ട് 7-7.5 അടി ഉയരമുള്ള മൂസ മൗലാന. എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഉയരത്തിൻ്റെ അനുപാതമനുസരിച്ച് വണ്ണവും മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മൂസ മൗലാന തന്നെയാണെന്ന് സംശയമില്ല. പക്ഷെ ഉയരം അധികമില്ലാത്ത മൗലാനക്ക് എന്തു പറ്റി? ആകെ ചെറിയ വലിപ്പമുള്ള മൗലാനയാണ്, പക്ഷെ മൂസ മൗലാന ഇങ്ങോട്ട് വലുതായി. എന്നൊരു വേറെ വലുതായ കഥയും കൂടി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഇതല്ല, ഇതിനപ്പുറവും കഴിയും. അതാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക് ഇതിനല്ല. അപ്പം മൂസ മൗലാന അള്ളാഹിൻ്റെ വലിയാണ്. മൂസ മൗലാന ഇത്ര വലിയ ചെറുപ്പം കുറഞ്ഞ ആൾ വലുതായി. എന്നിട്ട് ദൈവബന്ധിൽ എന്നൊരു കഥ പറയുന്നുണ്ട്. അതായത് ദൈവബന്ധിൽ ഉസ്താദുമാരിൽ ഒരാൾ ഒരു ഹിന്ദു സന്യാസിയുമായി കൊണ്ട് വാദപ്രതിവാദത്തിലായി. അപ്പോൾ ഹിന്ദു സന്യാസി പറഞ്ഞു, എനിക്ക് ആകാശം മുട്ട വളരാൻ കഴിയും. ഇതൊക്കെ സമസ്തൻ്റെ പുസ്തകത്തിലട്ടോ ഞാൻ വായിക്കുന്നത്, ഇതൊക്കെ തബ്ലീഗ് ജമാഅത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിക്കണം. ഇത് തബ്ലീഗ് ജമാഅത്തിൻ്റെ പുസ്തകം മാത്രമല്ല, ഇത് തബ്ലീഗ് ജമാഅത്തിൻ്റെ ഉലമാ കൗൺസിൽ പുറത്തിറക്കിയ പുസ്തകം. തബ്ലീഗ് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പുറത്തിറക്കിയ പുസ്തകം. ശരിക്കും ശ്രദ്ധിച്ചോളി. ഇതിൽ പറയാണ്, ഇതൊക്കെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഹിന്ദു സന്യാസി വന്നിട്ട് പറഞ്ഞല്ലോ, എന്ത്? പിന്നെ എനിക്ക് ആകാശം മുട്ടയെ വളരാൻ കഴിയും. നിങ്ങൾക്കതിന് കഴിയുമോ? മഹാനവർകൾ പറഞ്ഞു, കഴിയും. ഇനി നീ ആദ്യം കാണിച്ചു തരിക. സന്യാസി വളരാൻ തുടങ്ങി. ആകാശം മുട്ടയെ വളർന്നു വലുതായി. വീണ്ടും അയാൾ സാധാരണ രൂപത്തിൽ. അങ്ങനെ സന്യാസി. അപ്പോൾ അയാൾക്ക് കറാമത്തുണ്ടോ? പക്ഷെ അതേൽ ചോദ്യമില്ലല്ലോ. അപ്പോൾ സന്യാസിയും വലിയാകോ? സന്യാസി വളർന്നു, ആകാശം മുട്ട വളർന്നു. എന്നിട്ടോ അയാൾ പിന്നെ സാധാരണ രൂപത്തിലായി. അപ്പോൾ മഹാനർവുകൾ വളർന്നു, ആകാശമുട്ട സന്യാസിയേക്കാൾ 1 മുഴം കൂടുതലായിരുന്നു. അപ്പോൾ അതെന്തായാലും ആണല്ലോ, മത്സരം അങ്ങനെയല്ലോ. അപ്പോൾ സന്യാസി ആകാശം മുട്ടി വളർന്ന്, അപ്പോൾ ഒരു മുഴം അപ്പുറത്തേക്ക് ഇയാളും വളർന്ന്. അങ്ങനെ പിന്നെ കടകുമണിയോളം ചെറുതാക്കാൻ കഴിയും ചോദിച്ചു. അങ്ങനെ കടകുമണി ചെറുതായപ്പോൾ ഈ സന്യാസിനെ ഷേഖ് എടുത്തിട്ട് ഒരു തീപ്പെട്ടിക്കുള്ളിനുള്ളിലാക്കി. അങ്ങനെയാണ് ദേവ്ബന്ദ് സന്യാസിയെ ബന്ദിയാക്കിയ സ്ഥലം. അങ്ങനെയാണ് ദൈവബന്ധിന് ദേവ്ബന്ദ് എന്ന് പേര് കിട്ടിയത്. ഇതെവിടെയുള്ള അറിയോ? തബ്ലീഗ് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പുറത്തിറക്കിയ സമസ്തൻ്റെ പുസ്തകമൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ വിശ്വസിക്കണോ മുഅ്മിനീങ്ങൾ? നിങ്ങൾ ചിന്തിച്ചോളി. ഈ കള്ള വിശ്വാസം. അതുപോലെ തന്നെ ടിക്കറ്റ് ഇല്ലാത്ത ഹാജിയാരെ കപ്പൽ കയറ്റിയിട്ടുണ്ട് മൂസ മൗലാന. ഇതിൻ്റെ 180-ാമത്തെ പേജിൽ മൂസ മൗലാനക്കെതിരെ ഒരാൾ മൂസ മൗലാനക്കെതിരെ വന്നപ്പോൾ അയാൾ വണ്ടി ഇടിച്ച് തട്ടി മരിച്ച കഥ ഇതിൻ്റെ 140-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ച ആൾ ചിരിച്ച കഥ, സ്വതക്കയുടെ മഹത്വങ്ങൾ വേറെയും പറയുന്നു. ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകളുണ്ട്. അതുപോലെ തന്നെ കള്ള ഹദീസുകൾ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി കൊണ്ട് ബന്ധപ്പെട്ട പിഴച്ച വിശ്വാസം അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി കൊണ്ട് ബന്ധപ്പെട്ട് വളരെ പിഴച്ച വിശ്വാസമാണ് തബ്ലീഗ് ജമാഅത്തിനുള്ളത്. കാരണം അവർ വിശ്വസിക്കുന്ന അശ്അരി അഖീദയാണ്. അശ്അരി അഖീദ എന്ന് പറഞ്ഞാൽ ലോകത്തെ പിഴച്ച കക്ഷികളിൽപ്പെട്ടൊരു കക്ഷിയാണ് അശ്അരിയത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് വളരെ തെറ്റായ വിശ്വാസം. അശ്അരിയത്തിൻ്റെ ഒരു വിശ്വാസി, ഒരു മുസ്ലിമിൻ്റെ ഒന്നാമത്തെ വാജിബ് എന്താ അറിയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഒരു വിശ്വാസിക്കുള്ള ഒന്നാമത്തെ നിർബന്ധ കാര്യം എന്താ? അയാൾ അള്ളാഹിനെ മനസ്സിലാക്കുക എന്നാ. പക്ഷേ അശ്അരിയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവ്വലു വാജിബിൻ അശക്കൂന. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സംശയിക്കണം. അള്ളാഹ് ഉണ്ടോ എന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കണം. അങ്ങനെ അള്ളാഹുവിനെ സംശയിച്ചതിന് ശേഷമേ
അള്ളാഹുവിൽ വിശ്വസിക്കാൻ പാടുള്ളൂ. ഇതാണ് ശരീഅത്ത്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കഴിവ് മാർക്കും കൊടുത്തിട്ടില്ല, അപ്പപ്പ കൊടുക്കുകയാണ്. പഞ്ചസാരക്ക് മധുരം അപ്പം ചായക്ക് ഇടുമ്പോൾ കിട്ടുകയാണ്. അത് ഉപ്പിട്ടാലും കുഴപ്പമില്ല, ചിലപ്പോൾ മധുരാവും. ഇതൊക്കെയാണ് ശരീഅത്ത്. ഇങ്ങനെ പല പൊളിഞ്ഞ വിശ്വാസങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ടുള്ള പേരോട് പറഞ്ഞത് അള്ളാഹ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങൂല. അതന്നെയാണ് ഇവിടെ ഉള്ളത്. അള്ളാഹ്, നിങ്ങൾ ഏതെങ്കിലും ഒരു തബ്ലീഗ് ജമാഅത്തിൻ്റെ മൗലാനമാർ ചോദിച്ചു നോക്കൂ, അയിനല്ലാ, പടച്ചോനോട് എല്ലാ സ്ഥലത്തും. ഞാൻ ചോദിച്ചതാണ് കണ്ണൂർ ജില്ലയിൽ വലിയൊരു മൗലാനോട്. അള്ളാഹ് എല്ലാ സ്ഥലത്തുണ്ട്. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസം അഹ്ലു സുന്നക്കുണ്ടോ? യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവിടെ മുകൾ ഭാഗത്തുകൂടെ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. കൃത്യമായി അള്ളാഹ് പഠിപ്പിച്ചല്ലേ. ഇങ്ങനെ അഖീദയിലും മൻഹജിലും അതുപോലെ തന്നെ ബിദ്അത്തിലും വളരെ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. സമസ്തക്കാർക്ക് പറ്റിയ ഏതാണ്ട് എല്ലാ പിഴവുകളുമുണ്ട്. സമസ്തക്കാരുടെ മൗലിദ് കിതാബുകൾ വായിക്കുന്നതിന് പകരം ഈ ഫളായിൽ കിതാബ് ഏകദേശം ഒരേ സമം തന്നെയാണ്. ഇത് കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഇതൊരിക്കലും സഹോദരന്മാരെ വിമർശിക്കാനോ ഇല്ലാത്തത് പറയാനല്ല. ഈ വിശ്വാസവുമായി കൊണ്ട് പടച്ചറബിൻ്റെ മുമ്പിലേക്ക് എത്തിയാൽ ഇതൊരിക്കലും രക്ഷപ്പെടില്ല. നമ്മുടെ നിസ്കാരം കൊണ്ടോ, നമ്മുടെ നോമ്പ് കൊണ്ടോ, നമ്മുടെ തഖ്വ കൊണ്ടോ, നമ്മുടെ എന്ത് ഇബാദത്തുകൾ കൊണ്ടോ ഒരു രക്ഷയുണ്ടാവില്ല. തൗഹീദ് ശരിയാകാതെ, അഖീദ ശരിയാകാതെ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് എത്തരുതെന്നാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ പരിപാടി. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.